ഹലോ ഗൈസ്, നാളത്തെ നമ്മുടെ മഴതോരു മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഉത്സാഹത്തോടെ എല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോവല്ലേ. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ ഒരു ഇത് ഞാനിപ്പോൾ ഇത് പബ്ലിക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ അടിക്കുക കേട്ടോ. വേറെ എന്തൊക്കെയാണ് പിന്നെ നല്ല വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ പ്രൊമോയിലോട്ട് പോകാം. നമ്മുടെ മനു അലീനയും കൊണ്ട് തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മനുവിൻ്റെ ആ ഒരു ചുംബനം കൊടുക്കുകയാണ് കേട്ടോ. കൊടുത്ത് അലീന അത് കയ്യിൽ തുറന്ന് വിട്ട് കളയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉമ്മ ഇങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചൊക്കെയാണ് കേട്ടോ അലീന. എന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ ഒരു കുഞ്ഞ് കൈ ഇങ്ങനെ റോൾ ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അലീന മനു പോയി കഴിയുമ്പോൾ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കുന്ന സീനൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലീന നേരെ കാരണം അലീന ബാലേന്ദ്രനെ വിളിച്ചിട്ടാണ് വരുന്നത്. അച്ഛൻ വീട്ടിൽ അവർ കുട്ടികളെല്ലാവരും സ്കൂളിൽ പോയി കാണൂലേ. അപ്പോൾ അച്ഛൻ ഷോപ്പിലോട്ട് പോയോ, അപ്പോൾ താക്കോല് ഇനി വന്ന് വാങ്ങണോ. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു ഇന്ന് ബബിത വീട്ടിലുണ്ട്, അവൾ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, കോളേജിൽ പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. 11 മണിയായിട്ടേ പോളൂ, അപ്പം നീ മോള് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലീന അതുകൊണ്ടാണ് മനു അലീനെ നേരെ വീട്ടിലോട്ട് പോയത് കേട്ടോ. അങ്ങനെ മനു പോയി കഴിഞ്ഞ ശേഷം അലീന നേരെ ചെന്നു കോളിംഗ് ബെല്ലടിച്ചു. അപ്പോൾ 1-2 പ്രാവശ്യം ബെല്ലടിച്ചിട്ടും ബബിത വരുന്നില്ല. ബബിത അവിടെ നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. നല്ല പ്രണയ മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട്. ആ ഒരു വേട്ടാവളീനുണ്ടല്ലോ, ഒരു ചുരുണ്ട മുടിയും പിടിച്ച ഒരു അമലോ അരുണോ അങ്ങനെ എന്തോ പേരാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, അമലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവന് ആളില്ലാത്ത സമയം നോക്കി അവൻ്റെ ബൈക്ക് വീടിൻ്റെ ഗേറ്റിൻ്റെ ഒരു സൈഡിൽ മാറ്റി വെച്ചു. അലീന അത് കണ്ടു കേട്ടോ. അലീനയ്ക്ക് മനസ്സിലായി അവനെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെന്ന്. കാരണം ബബിത ഇത്രയും ബെല്ലടിച്ചിട്ട് ഇറങ്ങി വന്നിട്ടില്ല. വീണ്ടും അലീന ബെല്ലടിച്ചു കേട്ടോ. ബെല്ലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ ബബിത പേടിച്ച് പോവാണ്. അലീന ബെല്ലടിച്ചിട്ടും ബബിത ഇറങ്ങി വന്നില്ല. കാരണം ഇവന് അകത്തുള്ളത് കൊണ്ട് ഇവള് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ അന്ന് ഒരു ദിവസം കൊണ്ടുവന്നതിന് ആകെ സീനായതാണ്. അങ്ങനെ ബബിത കിടന്ന് നെട്ടോട്ടോടി. അലീന ഉറപ്പിച്ചു ഇവനകത്തുണ്ട് എന്ന്. അവസാനം ബിയർത്ത് കുളിച്ച് വന്ന് ബബിത പേടിച്ച് തുറന്നു കേട്ടോ. നീ എന്താ ഇത്രയും നേരം ഡോർ തുറക്കാൻ, ഞാൻ ഇത്രയും നേരം ആയില്ലേ വന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ ബബിത അതിൻ്റെ അനുസരിച്ച് മറുപടി പിടിച്ച് നിൽക്കണമല്ലോ, കള്ളത്തരം പൊളി എഴുതല്ലോ. അപ്പം നിൽക്കണം. നീ എന്താ ഇങ്ങനെ നിന്ന് വിയർക്കണേന്ന് അലീന ചോദിച്ചുടോ. വിയർക്കുന്നോ? എനിക്ക് എന്നാ വിയർക്കണ? നീ ഇന്നെന്താ കോളേജിൽ പോകാത്ത? പിന്നെ നീ ഒരുപാട് എൻ്റെ കാര്യങ്ങളൊന്നും തിരക്കാൻ വരണ്ടെന്നും പറഞ്ഞ് ബബിത തട്ടിക്കയറുകയാണ് അലീനയുടെ അടുത്ത്. നീ നിൻ്റെ ഈ വീട്ടിലെ കാര്യങ്ങളും ആഹാരത്തിൻ്റെ കാര്യങ്ങളും നാട്ടുകാരെ കാര്യമൊക്കെ തിരക്കിയാൽ മതി, എൻ്റെ കാര്യങ്ങളൊന്നും നീ അധികം തിരക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞു. ബബിത അങ്ങ് വലിയ ഷോ കാണിക്കുകയാണ്. എന്നുവെച്ചാൽ വലിയ കള്ളത്തരമൊന്നും ചെയ്യാത്ത, നമ്മൾ ഈ കള്ളത്തരം ചെയ്യുമ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ധൈര്യം വരും. അപ്പോൾ ആ ഒരു ധൈര്യമൊക്കെ ബബിത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന ചോദിച്ചു എന്തോ ഒരു കള്ളത്തരം ഇവിടെ മണക്കനുണ്ട്. ആ വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുന്ന ബൈക്ക് ആരെയെന്ന് വെച്ചു. അവൻ്റെ ബൈക്കല്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല ആ ബൈക്ക് ആരെയാണെന്നൊന്നും. നീ എന്തിനാ എൻ്റെ അടുത്ത് ചോദിക്കണേ? ഇവിടെ എന്തോ ഒരു ചുറ്റിക്കളുണ്ട്, ഇതിനകത്ത് ഈ ഒരു കള്ളൻ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കള്ളനോ? സത്യം പറയാം, അവൻ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും അലീന. അപ്പോൾ ബബിത പറയും അതെ, എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നിനക്കെന്നാ കുഴപ്പം? നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഓഹോ അങ്ങനെയാണോ, എങ്കിൽ പിന്നെ അത് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം എന്ന് പറഞ്ഞിട്ട് അലീന മേളിലോട്ട് കയറിപ്പോയി നോക്കുകയാണ് അവിടെ എങ്ങാനും ഉണ്ടോന്ന്. ഒരു ചൂലും കൂടെ എടുത്തുകൊണ്ട് പോയി ചെന്നപ്പോൾ അവൻ അവിടെ പരിങ്ങി നിൽക്കുക ബബിതയുടെ റൂമിൽ. അലീന വരാൻ വൈകിയില്ലെങ്കിൽ സ്ഥിരം പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ തക്ക സമയത്ത് അലീന വന്നോണ്ട് അതിനൊന്നും പോകാൻ സമയം കിട്ടിയില്ല ഗൈസ്. അങ്ങനെ എന്തായാലും വൈജയുടെ തനി സ്വഭാവം തന്നെ ബബിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. സ്വഭാവത്തിലാണെങ്കിലും ശരി, തൻ്റെ ഇടത്തിലാണെങ്കിലും ശരി, ഒക്കെ ബബിതയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനം അലീന പറഞ്ഞു എടാ വൃത്തികെട്ടവനെ, നീ എന്തിനാണ് ഇവിടെ കയറിയെന്ന് പറഞ്ഞ അലീന ചൂലിനങ്ങോട്ട് തല്ലാണ് കേട്ടോ. ഓടിച്ചു ഇറക്കി വിട്ടു. അപ്പം ബബിത പേടിച്ചു പോയി. എന്ത് ചെയ്യണം എന്ത് പറയണം, അവൻ അലീന കണ്ടും പിടിച്ചു പോയല്ലോ, എന്ത് ചെയ്യുമെന്ന് ആയിരിക്കുക. എന്നിട്ട് ബബിത തടയാണ്. ആ തല്ലില്ല, അവനെ തല്ലല്ല, എൻ്റെ ഫ്രണ്ടാണ് അവൻ, മാറി നിൽക്കണേ ഇല്ലെങ്കിൽ നിനക്കും കിട്ടുമെന്നും പറഞ്ഞ് അലീന ചൂലിനിട്ട് തല്ലണം. അവസാനം അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും പോലെ എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അലീന വിട്ടുകൊടുത്തില്ല കേട്ടോ. എത്തി ചൂലിട്ട് അവസാനം ഏറെങ്കിലും കൊടുത്ത് തന്നെ അലീന ആടിച്ചിറക്കി വിട്ടത്. എന്നിട്ട് നേരെ ബബിതയുടെ അടുത്ത് വന്നു. നിന്നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം, അച്ഛനിങ്ങും വന്നോട്ടെ, ഞാൻ കാണിച്ചു തന്നേക്കേണ്ടി നിൻ്റെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം
മാറ്റിക്കോ, നിൻ്റെ അമ്മയിലേടി വയ്യാണ്ട് കിടക്കണത്, അച്ഛന് സുഖമില്ല, ഇതൊക്കെ നിനക്കറിയാനില്ല, ഇങ്ങനത്തെയൊക്കെ വൃത്തികെട്ട സ്വഭാവം, നീ ഈ പോണത് നല്ലതിലേക്കല്ല കേട്ടോ ബബിത, അതെ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഇന്ന് എന്തായാലും അച്ഛൻ വരട്ടെ, ഇത് ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. നീ പറഞ്ഞു കൊടുത്തോ, അച്ഛനെ ഒന്നാമത് ഹാർട്ടിന് സുഖമില്ലാത്തല്ല, നീ തന്നെ സങ്കടം വരുത്തി എന്തെങ്കിലും വരുത്തിക്കോ, അച്ഛനെയും കൂടെ ഹോസ്പിറ്റലിലായിക്കോ. ഇത് കേട്ടപ്പോൾ അലീനൊന്ന് ഞെട്ടി. ശരി, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വെച്ച് ബബിത മുതലാക്കുകയാണ്, പറഞ്ഞു കൊടുത്താൽ അച്ഛന് എന്നെ ദോഷം എന്നുള്ള മട്ടിലൊക്കെ. അലീനയ്ക്ക് ആകെ ടെൻഷനായി, എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും അറിയില്ല. ആകെ ഒരു എന്താ പറയണ, ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഈ ബബിതയുടെയൊക്കെ ഈ പോക്ക് ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? രോഹിത് ആണെങ്കിൽ ആ ഹരിയുടെ കൂടെ കൂടിയും കൂട്ടുകാരന്മാരെ കൂടിയും ബിയറടിക്കലും കാര്യങ്ങളും ഒക്കെയാണ്, എല്ലാം താറുമാറായിട്ട് പോയി കിടക്കുന്ന ഒരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ ബബിതയുടെ കാമുകനെന്ന് പറഞ്ഞ് നടക്കണവനാണെങ്കിൽ കഞ്ചാവും വെള്ളവുമായിട്ട് അടിച്ച് പിടിഞ്ഞ് അങ്ങനെ നടക്കണ വെറും ഒരു ഇതാണ്. പക്ഷെ അതൊന്നും ബബിതയ്ക്ക് മനസ്സിലാവല്ല. ബബിതയുടെ പണവും സ്വത്തും പിന്നെ അച്ഛൻ്റെ സ്വർണ്ണക്കടയും അതും ജ്വല്ലറിയും ഇതൊക്കെ കണ്ട് ചുറ്റിപ്പറ്റിയാണ് അവന് കിട്ടുന്ന ആദായം മൊത്തം. പിന്നെ ബബിതേനെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ യൂസ് ചെയ്ത് പോകണം. വെറും ഒരു ഫ്രോഡാണ് ഈ അമൽ അല്ലെങ്കിൽ അരുൺ, എനിക്ക് പേര് ക്ലിയർ അല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ആ വെറും ഒരു ഫ്രോഡായിട്ടുള്ള ഒരുത്തനാണ്. അങ്ങനെ കാര്യങ്ങൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അത് മനസ്സിലാക്കാനുള്ള ആ ഒരിത് ഈ ബബിത കൂട്ടാക്കുന്നില്ല. ബബിത അതൊരു വെല്ലുവിളി പോലെ അലീനയ്ക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഇതിപ്പോൾ ബാലേന്ദ്രൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ഇതിനെ നല്ലതാക്കിയത് ബബിതയ്ക്ക് ഇട്ട് കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ഇത് എവിടം വരെ പോകും എന്നുള്ളത്. പക്ഷേ അലീനയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ബബിത ആകെ വഴിതെറ്റിയുള്ള ഒരു പോക്കും കാര്യങ്ങളും ആണ് എന്നുള്ളത്. രാത്രി കാലങ്ങളിലുള്ള ചാറ്റിങ്, പിന്നെ നേരം വൈകിയുള്ള വരക്കം, കോളേജിലൊന്നും ക്ലിയർ ആയിട്ട് പോകുന്നില്ല. പിന്നെ കോളേജ് കട്ട് ചെയ്താൽ അത് വൈജയന്തിയുടെ ഫോണിൽ പോകണേ. പക്ഷേ വൈജയന്തി ഇപ്പോൾ ഹോസ്പിറ്റലൈസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയില്ല. ആകെ ഒരു ജെനുവിനായിട്ട് പോകുന്നത് കൃഷ്ണമോള് മാത്രമേ ഉള്ളൂ. രോഹിത്തിൻ്റെതായ വഴിക്ക്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയ ഒരു മട്ടിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അലീന ഇതൊക്കെ കണ്ടിട്ടും ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണമല്ലോ, പറ്റാവുന്ന പോലെ ഉപദേശിച്ച് നോക്കി. അപ്പോൾ ഇങ്ങോട്ട് മെക്കിട്ട് കയറണം ബബിത. ഇനി എന്താണെന്ന് വെച്ചാൽ വരുന്നിടം വെച്ച് കാണാമെന്നും പറഞ്ഞ് അലീന നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന പോയി അരിയൊക്കെ അടുപ്പത്തിട്ടു. കാരണം ഉച്ചത്തേക്ക് അച്ഛൻ വൈകി വരുമെന്ന് പറഞ്ഞാലും ചോറൊക്കെ റെഡിയാക്കാം, ബബിതയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചോറിന് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റെല്ലാം ആക്കിയ ശേഷം പിന്നെ പോയി അലീന ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലോട്ട് പോകണം കേട്ടോ. ഈ റൂമിൽ ചെന്നപ്പോഴാണ് അടിപൊളി സീന്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. അത് ചിലപ്പോൾ നാളത്തേൽ അല്ലെങ്കിൽ വരും 2 ഡേയ്സിനുള്ളിൽ വരുന്നതാണ്. അതായത് നമ്മൾ അലീന കുളിക്കാനായിട്ട് ഡ്രസ്സ് എടുത്തപ്പോൾ അലീന അന്തം വിടുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അലീനയുടെ കംപ്ലീറ്റ് ബാഗിലിരുന്ന ഡ്രസ്സ്, അലീന ആ സ്നേഹാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ ഡ്രസ്സ്, സ്നേഹനികേതത്തിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് കംപ്ലീറ്റ് അലീനയുടെ കത്രിക കൊണ്ട് കട്ട് ചെയ്തേക്കണം. അലീന കണ്ട് അന്താളിക്കണം. കാരണം ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് അലീനയ്ക്ക് കാര്യം ഒരുപാട് പൈസ വന്നെങ്കിലും ആ കുട്ടി ഡ്രസ്സൊന്നും മേടിച്ച് കളഞ്ഞിട്ടില്ല. അവൾക്ക് കിട്ടിയ ആ പണ്ട് തൊട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ തന്നതും അങ്ങനെയൊക്കെയുള്ള ആ കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് അലീനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇവിടെയും അങ്ങനെ ആരും അലീനയ്ക്ക് ഡ്രസ്സൊന്നും മേടിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം മാറിയിടാൻ പോലും ഒരെണ്ണം ഇല്ലാണ്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത്. അപ്പോൾ അലീനയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതെന്തായാലും പിന്നെ ഒന്നുകിൽ ബബിത അല്ലെങ്കിൽ രോഹിത് തന്നെയാണ് ഇത് ചെയ്തേക്കുന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ബബിത ആയിരിക്കും എന്നുള്ളതാണ് അലീനയുടെ സംശയം. അങ്ങനെ അലീനയ്ക്ക് ആകെ വിഷമം. അപ്പോൾ ഇത് കൃഷ്ണമോള് സ്കൂൾ വിട്ട് വന്നപ്പോഴത്തേക്ക് കൃഷ്ണമോളുടെ അടുത്ത് അലീന പറഞ്ഞു കേട്ടോ. അപ്പം കൃഷ്ണമോള് പറഞ്ഞു, ഇല്ല ഇതെന്തായാലും അച്ഛനോട് പറഞ്ഞു കൊടുക്കണം ചേച്ചി, ഇത് ബബിതേച്ചി തന്നെയായിരിക്കും ചെയ്തത്, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റൂലല്ലോ. അപ്പം അലീന കുറേ തടഞ്ഞെങ്കിൽ കൃഷ്ണമോള് ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന സീനൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനിൽ മനു അലീനെ കൊണ്ട് വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമല്ലോ. എൻ്റെ പൊന്നെ പറയാനുണ്ടോ, അടിച്ച് കൊല്ലുന്ന കണക്കുള്ള സീനിൻ്റെ ഡയലോഗുകളാണ്. കമല, നിനക്ക് നാണം ഉണ്ടോടാ മനുഷ്യ, ബാലചന്ദ്രന് അഭിഹിത ബന്ധത്തിലുണ്ടായത് എന്ത് ബന്ധമാടാ നിനക്ക്? വൈജയ്ക്ക് ഉണ്ടായതാണെങ്കിൽ അങ്ങനെയെങ്കിലും ഉറപ്പുണ്ടെന്ന് കരുതി, ഇത് എന്ത് ബന്ധത്തിൻ്റെ പുറത്താടാ? എവളെ കൈയും പിടിച്ച് നീ നാട് മുഴുക്ക ഞങ്ങളെ നാണം കെടുത്താനാണോടൊന്നും പറഞ്ഞുകൊണ്ട് കമല അങ്ങ് തട്ടിക്കയറാണ്. മനു വിട്ടുകൊടുക്കുമോ? മനു ഉരുളയ്ക്ക് ഉപ്പേരി കണക്ക് കമലക്കിട്ട് ഡയലോഗ് എടുക്കുകയാണ്. ആമ എന്ത് പറഞ്ഞാൽ എനിക്കിഷ്ടമായിട്ട് ഞാൻ അവളെ കൊണ്ടു കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് മനുവിൻ്റേതായ ഡയലോഗ് കൊടുക്കുകയാണ്. കമല കുറേ എടുക്കുന്നുണ്ട്, മനു അതിൻ്റെ മറുപടി എടുക്കുന്നുണ്ട്. അതങ്ങനത്തെ സീന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് ഈ ബബിത അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വൈജയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പോൾ അവൾ തന്നെയാണോ ഭരിക്കണേന്നൊക്കെ വൈജ ചോദിക്കുന്നുണ്ട്. അമ്മ
ഒന്നും പറയണ്ട അമ്മ, അവളാ ഭരണം, അവൾ പറയണേ അല്ലാണ്ട് അച്ഛൻ കേൾക്കൂല. എന്തൊക്കെ കുറ്റം അലീനയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുണ്ട് ഇരട്ടിച്ച് അങ്ങോട്ട് ബബിത തള്ളി വിടുകയാണ് കേട്ടോ. അവൾ പറയണത് മാത്രമേ അച്ഛൻ വക വയ്ക്കുള്ളൂ, അവൾ ഉണ്ടാക്കണ കറികൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ, അത് നമ്മൾ തിന്നോണം, പിന്നെ അച്ഛൻ അവൾ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനൊത്ത് ഒത്താശ നിൽക്കുക അമ്മയുടെ ഇളയ മകളുണ്ടല്ലോ കൃഷ്ണ, അവളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വൈജയുടെ അടുത്ത് എന്നിട്ട് ബബിത പറയുന്നുണ്ട് അമ്മ എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ നമുക്ക് അവിടെ നിൽക്കേണ്ട. അപ്പോൾ വൈജയൻ പറയുന്നുണ്ട് അല്ലെങ്കിലും ഞാൻ ബാലേന്ദ്രൻ്റെ മുന്നിൽ ഇനി ഞാൻ തല കുമ്പിടാൻ നിൽക്കില്ല, എന്തായാലും തറവാട്ടില്ല, അതായത് കടപ്പാട്ടൂർ ഞാൻ എന്തായാലും പോകാൻ പോകുന്നില്ല, നമുക്കൊരു വീടെടുത്ത് മാറാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ബബിതേനെ സമാധാനിപ്പിക്കുന്ന കുറച്ച് സീനും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അപ്പം ഇതിൽ ചെറിയ ചെറിയ കുറച്ച് വേരിയേഷനൊക്കെ നമുക്ക് വരും കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന തന്നെ സീനുകളായിരിക്കില്ല, കുറച്ച് ചേഞ്ച് വരും, ചില സീന് കാണിച്ചില്ല എന്നൊക്കെ വരും കേട്ടോ. നമ്മൾ ആ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നാൽ എൻ്റെ മുത്തുമണീസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്ബും കൂടെ ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. അപ്പോൾ നമ്മുടെ അപ്കമിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നാളത്തെ പ്രൊമോയാണ്. എല്ലാവരും ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.